വർഗ്ഗങ്ങളായിപ്പോയല്ലോടാ. എടാ നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? നാണമില്ലാത്ത വർഗത്ത് കേട്ട കുറെ വ്ളോഗർമാര്. നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ. മാറ്റിപ്പിടിച്ച ചേച്ചി തീർന്നു. ചേച്ചി മാറ്റിപ്പിടിച്ചു. ഒരു 2 ആഴ്ചത്തേക്ക് ചേച്ചിയെ മാറ്റിപ്പിടിച്ചു, മൈൻഡ് ചെയ്തില്ല. ഉടനെ ചേച്ചി ഇറങ്ങിയില്ലേ. രേണുസുധിയുടെ കാട്ടവരാതം പാർട്ട് 2. ഇന്നലെ രേണുസുധി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ ഇട്ട വീഡിയോ കുറച്ച് മുമ്പെടുത്ത് ഞാൻ റിയാക്ട് ചെയ്തു. ഒരു 6-7 മിനിറ്റ് ആയപ്പോൾ ഞാൻ നിർത്തി. അത് വേറൊന്നും കൊണ്ടല്ല, ഇവർ പറയുന്ന കാര്യങ്ങളെപ്പറ്റി നമ്മൾ ഇരുന്ന് സംസാരിക്കുമ്പോൾ 10-25 മിനിറ്റ് എടുക്കുന്നതേ വീഡിയോ. അതുകൊണ്ട് ഞാൻ നിർത്തിയതാണ്. അതിൻ്റെ ബാക്കി കുറച്ച് പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്, സംസാരിച്ചേ പറ്റത്തുള്ളൂ അതിനെപ്പറ്റി. അതിലേക്ക് പോകുന്നതിന് മുമ്പ് പ്രിയപ്പെട്ടവരെ, എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയ്ക്ക് ലൈക്ക് തരിക, നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സ് ഉണ്ട്, വീഡിയോ മുഴുവനായി കണ്ടതിന് ശേഷം അങ്ങോട്ട് എഴുതിയിടുക. കൂടാതെ നമ്മുടെ കമൻറ്റ് ബോക്സിൽ തൊട്ടപ്പുറം മറ്റേ ഹൈപ്പ് മറക്കാതെ ക്ലിക്ക് ചെയ്യുക. ഇനി കാര്യത്തിലേക്ക്. പൊന്നാര രേണുസുധി, ഒരു കാര്യം തുടക്കത്തിലെ ഒന്ന് പറയണമെന്നുണ്ട്. വ്യൂവർഷിപ്പ് നിങ്ങളുടെ താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ഓക്കെ, നേരത്തെ ഉണ്ടായിരുന്ന അത്രയും വ്യൂവർഷിപ്പ് നിങ്ങൾക്ക് കിട്ടുന്നില്ല, താഴത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുക. ചേച്ചിയുടെ ആ ഒരു സ്ട്രാറ്റജി എനിക്ക് മനസ്സിലായതാണ്, നെഗറ്റീവ് റീച്ച്. ഓക്കെ, വാട്ടെവർ. നിങ്ങളൊരു ഇൻ്റർവ്യൂ കൊടുക്കുന്നു, ഇരുന്ന് ഓരോന്ന് പറയുന്നു, അതിൻ്റെ പേരിൽ ആരൊക്കെയോ റിയാക്ട് ചെയ്യുന്നു, ഞാൻ ഉൾപ്പെടെ റിയാക്ട് ചെയ്യുന്നു, അതിൻ്റെ ഇടയിൽ കമൻറ്റുകൾ വരുന്നു, കമൻറ്റുകളെ ചേച്ചി തള്ളി അങ്ങ് മാറ്റുന്നു. എന്നിട്ട് റിയാക്ട് ചെയ്തവരുടെ നെഞ്ചത്തോട്ട് കയറി ചേച്ചിയുടെ ചാനലിലൂടെ ഒരു വീഡിയോ. ഇൻ്റർവ്യൂ കണ്ടപ്പോഴേ ഞാൻ പറഞ്ഞതാ ഇതാണ് സംഭവിക്കാൻ പോകുന്നതെന്ന്. അതേപോലെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന രേണുസുധി ആയിക്കോ. പക്ഷേ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കുമ്പോൾ പഴയതുപോലുള്ളൊരു ഗുമ്മ് ചേച്ചിക്ക് കിട്ടത്തില്ല. അത് ചേച്ചിക്ക് മനസ്സിലാക്കിക്കോ. താഴത്തേക്ക് പോവുക, മനസ്സിലായോ? ഉള്ളതും കൂടെ ഇല്ലാതാക്കിക്കൊണ്ടിരിക്കുക. അതൊന്ന് പറയണമെന്ന് എനിക്ക് തോന്നി. ഇനി ചേച്ചി പറയുന്ന കാര്യങ്ങൾ, അതായത് കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ നിർത്തിയോടെ തോന്നുന്നു, നമുക്ക് അങ്ങോട്ട് തുടങ്ങാം. അതാണ് അതിൻ്റെ ഒരു ശരി. എന്റെ വീട്ടിലെ മറ്റവളായിരിക്കും വിറ്റ് നടന്നത്, അല്ല ഇവന്റെ വീട്ടിൽ ഇവനെ വളർത്തിയതിന്റെ ഗുണമാണിത്. ഇവന് നാണമുണ്ടോ ഈ ഉണ്ട കണ്ണും കണ്ണാടിയും വെച്ചോണ്ട് ഈ നാണം കെട്ട നാശത്ത് ഇങ്ങനെ പറയാം? വേറെ ഉണ്ട്, അവളെ എന്തിനാ വെറുതെ വിട്ട്. ഈ നാണം കെട്ട നാശം എന്നൊക്കെ വിളിക്കുന്നത് മിസ്റ്റർ അതുൽ വ്ളോഗ്സ് താങ്കളെയാണ്. കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? എന്ത് പറയും ഇതിനൊക്കെ മറുപടി? എനിക്ക് തോന്നുന്നില്ല രേണു ഈ സംസാരിച്ച അതേ രീതിയിൽ തന്നെ അതുൽ ഇനി സംസാരിച്ചു കൊണ്ട് സോഷ്യൽ മീഡിയയിലേക്ക് വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം എന്തിനാ ഇനി ഇവരോട് ഇവർ റിയാക്ട് ചെയ്യുന്ന അതേ തരത്തിൽ ഇവരോട് റിയാക്ട് ചെയ്തിട്ട് കാര്യമില്ല. കാരണം ഓരോ ദിവസവും കഴിയുന്നവരും അവർ തെളിയിച്ചുകൊണ്ടിരിക്കുക, എനിക്കൊരു വിവരവും ഇല്ലേ, ബോധവും ഇല്ലേ, ഞാൻ നെഗറ്റീവ് റീച്ച് ഉണ്ടാക്കി കാശുണ്ടാക്കാൻ വേണ്ടിയിട്ട്. ആയിക്കോ, നിങ്ങൾ വീഡിയോകൾ ചെയ്തോ, ഒരു അസുഖമുണ്ട്, നിങ്ങൾക്ക് അതിനകത്തൊന്ന് കരകയറണം, ഒരു ചെറിയ പൊടി പയ്യനുണ്ട്, അവനെ നോക്കണം, മനസ്സിലാക്കുന്നു. പക്ഷെ അതിന് വേണ്ടിയിട്ട് അങ്ങ് വെറും തരം താഴ്ന്ന അങ്ങേ അറ്റം അവസ്ഥയിലേക്ക് നിങ്ങൾ തന്നെ പൊയ്ക്കൊണ്ടിരിക്കുക. മനസ്സിലായോ? നിങ്ങൾക്കൊക്കെ ഇപ്പം നമ്മളെ കുറ്റം പറയാൻ പറ്റുന്നത് നമ്മുടെ തമ്മിൽ വെച്ചിട്ടായിരിക്കും മാക്സിമം. എന്നെയൊക്കെ അത് വെച്ചാൽ ചേച്ചിക്ക് പറയാൻ പറ്റത്തുള്ളൂ ചേച്ചി, അല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്ക് ചേച്ചിക്കൊന്നും കിട്ടത്തില്ല. എൻ്റെ വീഡിയോകളിൽ ഞാൻ അങ്ങനെ പറയാറില്ല. തമ്മിൽ കൂടിപ്പോയാൽ മിസ്ലീഡിങ് എഴുതും. ചേച്ചിക്ക് അതേ ചൂണ്ടിക്കാണിക്കാൻ പറ്റത്തുള്ളൂ. പക്ഷെ നേരെ ചേച്ചിയുടെ കാര്യത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ എന്തൊക്കെയാ എവിടെ എങ്ങോട്ട് ചൂണ്ടിയാലും ഉടായിപ്പ, അല്ലെങ്കിൽ തെമ്മാടിത്തരോ അല്ലേ? അവർക്ക് പട്ടിയുടെ വാല് 12 കൊല്ലം കുഴലിട്ടാലും അത് ഒരിക്കലും അത് നേരെ ആകത്തില്ലെന്ന് പറഞ്ഞ ഒരുത്തിയുണ്ട്, ഒരു ഡാഷ് മോള്. അവളെ പിന്നെ വെറുതെ വിട്ട്, അവൾ എന്ത് വേണേലും പറയട്ടെ. പിന്നെ ഇന്റർവ്യൂ ചെയ്തതിനാണ് കുറ്റം. എടാ നീയൊക്കെ എന്നെ വിറ്റ് കാശാക്കുന്നില്ലേ? എടാ എനിക്കിപ്പം ഈ ചികിത്സയ്ക്ക് എനിക്ക് 2-2.5 ലക്ഷം രൂപയാണ് ഓരോ കീമോയ്ക്കും വേണ്ടത്. ഇനി 3 കീമോ കിടപ്പുണ്ട്. എനിക്കിവിടെ വന്നിട്ട് എനിക്ക് വരുന്ന ഇന്റർവ്യൂസും എനിക്ക് വരുന്ന ഫോട്ടോഷൂട്ടും ഞാൻ ചെയ്യും. നീ അല്ല പൈസ തരുന്നത്. ഞാനിവിടെ കിടക്കി എന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് വരുന്നത് ഇവര്. എന്നെ ഇന്റർവ്യൂ എടുത്ത് കുറെ നാൾ കഴിഞ്ഞ് ഇന്റർവ്യൂ എടുത്ത് അവരുടെ ഓഫീസിൽ പോയി വിളിക്കുക. നാണമില്ലല്ലോ നിനക്കൊക്കെ? ഞാൻ ആരുടെയും ഓഫീസിലേക്ക് വിളിക്കാനൊന്നും പോയില്ല ചേച്ചി. ഞാൻ ചേച്ചി വന്ന് തള്ളുന്ന കാര്യങ്ങൾ കേൾക്കും, അതെടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും, അത്രേ ഉള്ളൂ. നിങ്ങളുടെ പുറകെ മറ്റേ ആശുപത്രിയിലോട്ടോ എനിക്ക് എൻ്റെ ആവശ്യമില്ല, ഞാൻ ചെയ്യത്തുമില്ല. ഇപ്പോൾ എനിക്കെന്തായാലും ആവശ്യമില്ല, ചെയ്യത്തില്ല. പക്ഷെ നിങ്ങൾ പറഞ്ഞല്ലോ കാശുണ്ടാക്കുകയാണ് നിങ്ങളെ വെച്ച്. ഉണ്ട് ചേച്ചി, ഇല്ലയെന്ന് ഞാൻ പറയത്തില്ല. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിച്ചോ ചേച്ചി, എനിക്ക് നിങ്ങളെ വിറ്റങ്ങ് ജീവിക്കണം, നിങ്ങൾ ഡെയിലി വന്ന് എന്തെങ്കിലും ഇങ്ങോട്ട് കണ്ടന്റ് എന്നും പറഞ്ഞ് നിങ്ങളുടെ ഫ്രണ്ട് വന്നോ? ഞാൻ ഇല്ലല്ലോ. നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ നിങ്ങൾ ഓരോന്ന് വന്ന് കാണിക്കും. നിങ്ങൾ ഇൻ്റർവ്യൂ കൊടുത്തോ,
നിങ്ങൾ മറ്റെന്താ മോഡലിംഗ് നടത്തിക്കോ, മറ്റേ ഫോട്ടോഷൂട്ട് നടത്തിക്കോ, കാശ് മേടിച്ചോ, ആർക്കാ ഇവിടെ കുഴപ്പം? എനിക്ക് പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല. പക്ഷെ നിങ്ങൾ വന്ന് പറയുന്ന കാര്യങ്ങൾ, നിങ്ങളുടെ പച്ചയ്ക്ക് പറഞ്ഞാൽ നിങ്ങളുടെ അങ്ങനെ തന്നെ പറയണം, അഴുകിയ നാക്കാ ചേച്ചി നിങ്ങളുടെ. എന്തൊക്കെയാ നിങ്ങൾ പറയുന്നത്? ആ സുധിയുടെ വീട്ടുകാരെ എങ്ങനെ അതിനൊക്കെ പറ്റുന്നു നിങ്ങൾക്ക്? അവരൊക്കെ ഉള്ളത് കൊണ്ടാണ് നിങ്ങളുള്ളത്, ഇല്ലെങ്കിൽ നിങ്ങളില്ല. മനസ്സിലായോ? നിങ്ങളില്ല. ഈ കിടന്നും കൊണ്ട് തിളയ്ക്കുന്നുണ്ടല്ലോ ഇപ്പോൾ. ഇതൊക്കെ സുധി എന്ന് പറയുന്ന വ്യക്തി ഉള്ളത് കൊണ്ടാണ്. പിടികിട്ടിയോ? ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള റിയാക്ഷൻ ചാനലുകാരുള്ളത് കൊണ്ടാണ്. ഇല്ലെങ്കിൽ നിങ്ങളില്ല. വട്ടപൂജയാണ് നിങ്ങൾ. ഇത് നിങ്ങൾക്കും അറിയാം, അറിയാത്ത കാര്യമൊന്നും അല്ല. ഇവിടുത്തെ ഓൺലൈൻ മീഡിയക്കാർ ഇവരൊന്നും ഇല്ലെങ്കിൽ നിങ്ങളില്ല. നിങ്ങളുടെ ഒരു തേങ്ങാക്കൊല കഴിവ് കൊണ്ടല്ല നിങ്ങൾ നിൽക്കുന്നത്. അത് മാത്രം നിങ്ങൾ പറയല്ലേ, നിങ്ങളുടെ കഴിവ് കൊണ്ടാണ് നിങ്ങൾ ഇവിടെ അങ്ങോട്ട് പടർന്ന് പന്തലിക്കുന്നതെന്ന്. അത് മാത്രം പറഞ്ഞാൽ യോജിക്കാൻ പറ്റത്തില്ല. അങ്ങനെ വലിയ കഴിവുള്ള ഒരു വ്യക്തിയായിരുന്നു നിങ്ങളെങ്കിൽ നിങ്ങൾ ഒരുപാട് നല്ല സിനിമകളുടെ ഭാഗമായനെ, ചിലപ്പോൾ സീരിയലുകളുടെ ഭാഗമായനെ, അങ്ങനെയുള്ള പരിപാടികളുടെയൊക്കെ ഭാഗമായനെ. ഇത് നിങ്ങൾ എന്തിൻ്റെ ഭാഗമായിക്കൊണ്ടിരിക്കുന്നത്? യൂട്യൂബിൽ വരുന്ന കുറേ സിനിമ എന്ന് നിങ്ങൾ പറയുന്നു. അതൊക്കെ കണ്ടിട്ട് സിനിമയോട് കമ്പയർ ചെയ്യാൻ നമുക്ക് പറ്റത്തില്ല. കുറേ എന്തൊക്കെയോ കാട്ടിക്കൂട്ടൽ പരിപാടികൾ. പിന്നെ ഈ ഇനാഗുറേഷൻ തന്നവരെ തന്നെ കഴിഞ്ഞ ദിവസം ഇരുന്ന് നിങ്ങൾ അപരാധിക്കുന്നുണ്ടായിരുന്നല്ലോ. പറയുന്നുണ്ടായിരുന്നല്ലോ, എന്നെ വെച്ച് എല്ലാവരും ബിസിനസ് അങ്ങ് ഉണ്ടാക്കി. നാണമുണ്ടോ? ആ വർത്താനം പറഞ്ഞ ടീമല്ലേ നിങ്ങൾ? ഓഫീസിൽ പോയി വിളിക്കുക, ഇതിന്റെ സത്യാവസ്ഥ എന്നാന്ന് പറയാം. എന്ത് സത്യാവസ്ഥ? എന്റെ പറയാണ് അവര് 1 മാസമായിട്ട് നടന്നത്. ഞാൻ പറഞ്ഞ കാശിനാണ് ഇന്റർവ്യൂ എടുത്തത്. മനസ്സിലായോ? എനിക്ക് ആവശ്യമുണ്ട് കാശ്. എനിക്ക് ഒരുപാട് കാശിന് ആവശ്യമുണ്ട്. ഇങ്ങനെ തന്നെ ഞാൻ പ്രതികരിക്കും. കാരണം ഇത് പ്രതികരിച്ചതിനും ഇത് ചോദിച്ചതിനും ആങ്കറിന് തെറ്റ്. എനിക്കും എന്നെ അടിക്കണമെന്ന് കേട്ടിരുന്നത്. എടാ, ഇത് ഉണ്ടാക്കിയവനെ, നീ ആണാണെങ്കിൽ ഉണ്ടാക്കിയവനിട്ട് ചെന്ന് അടിക്കണം. അതുപോലെ പറഞ്ഞ നായ്ക്കിട്ട് കൊടുക്കും. വിവീസ് വേൾഡ് എന്ന് പറഞ്ഞ ഇപ്പൊ ഈ പറയുന്നതുകൊണ്ട് മഞ്ഞത്തൊപ്പി വെച്ച നാണം കെട്ടവൻ. എടാ, നിന്നെ പറ്റി ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. മനസ്സിലായോ? നീ കൂടുതൽ നിന്റെ അടുത്ത് ഉണ്ടാക്കാൻ വരില്ല. മനസ്സിലായോ? എടാ, നീ ബിഗ് ബോസിലായിരുന്ന ജാസ്മിൻ ജാഫറുമായിട്ട് കൂട്ടുകൂടിയിട്ട് ആ കുട്ടി ബിഗ് ബോസിൽ പോയപ്പോ നീ അവരുടെ വീട്ടിൽ പറ്റി കൂടിയിട്ട് അവരുടെ ലാപ്ടോപ്പിൽ നിന്നുള്ള കാര്യങ്ങൾ മുഴുവൻ മോഷ്ടിച്ചെടുത്തിട്ട് നീ പ്രചരിപ്പിച്ചോണ്ടല്ലേടാ നാണം കെട്ടവനെ അവര് നിന്നെ അടിച്ചിറക്കിയത് ആ വീട്ടിൽ നിന്ന്. കള്ളത്തരം. നീ പണ്ടേ ഈ കള്ളത്തരത്തിൽ നീ പറ്റിച്ച് ആൾക്കാരെ പറ്റിച്ച് കൂട്ടുകൂടി ഈ നാശം ഉണ്ടാക്കുന്നവനാണ്. നിന്നെ പണ്ടേ അറിയാം. നിന്റെ ഫുൾ ഡീറ്റെയിലും എന്റെ കയ്യിലുണ്ട്. കേട്ടല്ലോ? കൂടുതൽ എന്റെ അടുത്ത് ചൊറിയാൻ വരരുത്. നാണം കെട്ട നാശം. അതിലെന്ന് പറയുന്നവൻ ഇന്ന് കാവെടുത്തില്ലേ? എടാ, എന്നെ വിറ്റ് ഉണ്ടാക്കിയ കാശിന്റെ പകുതിയെങ്കിലും അതിനകത്ത് കാണും. ഇല്ല, നീ ചങ്കത്ത് നീ ആണാണെങ്കിൽ നീ എന്റെ മുന്നിൽ വന്ന് പറയണം നായിന്റെ പോലെ. അങ്ങനെ തന്നെ ഞാൻ വിളിക്കുന്നത്. എന്തിനാ അങ്ങനൊക്കെ വിളിക്കുന്നത് നിങ്ങള്? അവൻ നിങ്ങളെ അങ്ങനെ വല്ല വിളിച്ചോ? ഞാൻ കേട്ടിട്ടില്ല. പിന്നെ വേറൊരു കാര്യം, അവൻ നിങ്ങളെ വെച്ച് കാശുണ്ടാക്കിയ ചേച്ചി, അത് അവൻ്റെ കഴിവ്. ഓക്കെ, അത് അവൻ്റെ കഴിവ്. നിങ്ങളെ വെച്ച് നിങ്ങൾക്ക് കാശുണ്ടാക്കാൻ പറ്റുന്നില്ലെങ്കിൽ അത് നിങ്ങളുടെ കഴിവ് കേട്. പിടികിട്ടിയോ? അത്ര എനിക്ക് പറയാനുള്ളൂ. കൂടുതലൊന്നും പറയാനില്ല. അവൻ കാറെടുത്ത് നോക്കിയിരിക്കുവാണോ? അവൻ ഏത് പാൻറ്റാ ഇടുന്നത്, ഏത് ഷർട്ടാ ഇടുന്നത്, ഏത് കാറാ മേടിക്കുന്നത്, ഇതൊക്കെ നോക്കിയിരിക്കുവാണോ കുഞ്ഞ്? വേറെ പണിയൊന്നും ഇല്ലേ? അവൻ്റെ ചാനലിൽ അവൻ വേറെ വീഡിയോസ് ഇടാറുണ്ട് ചേച്ചി. മനസ്സിലായോ? ചേച്ചി മിണ്ടാതിരിക്കുമ്പോൾ അവനും മിണ്ടായിരിക്കുന്നുണ്ട്. അവൻ ചേച്ചിയുടെ പുറകെയൊന്നും വരുന്നില്ല. എൻ്റെ അറിവിൽ ഞാനൊന്നും കണ്ടിട്ടില്ല. ഇടയ്ക്ക് അവൻ നിങ്ങളുടെ വീഡിയോ ഇട്ടിട്ടില്ല. വേറെ കണ്ടന്റ് ഇടാറുണ്ട്. ഞാനും ചെയ്യാറുണ്ട്. ചിലപ്പോൾ കയറാറുണ്ട്, ചിലപ്പോൾ കയറാറുമില്ല. ഉള്ള കാര്യം പറയാലോ. കഴിഞ്ഞ മാസം അവസാനം തൊട്ട് എൻ്റെ ചാനൽ ഡൗണാണ്, കംപ്ലീറ്റ്ലി ഡൗണാണ്. ഓക്കെ, അതിന് മുമ്പ് നിങ്ങളുടെ മാത്രമല്ല വേറെ പല കണ്ടന്റും ഞാൻ ചെയ്തിട്ടുണ്ട്. നല്ല രീതിയിൽ റീച്ചും കിട്ടാറുണ്ട്. ഓക്കെ, അത് നിങ്ങളൊന്ന് മനസ്സിലാക്കിക്കോ. നിങ്ങൾ മാത്രം, അല്ലെങ്കിൽ നിങ്ങളുണ്ടെങ്കിലേ ഇവിടെ നമ്മളൊക്കെ ഉള്ളൂ, അതങ്ങ് മാറ്റ്. നമ്മളുണ്ടെങ്കിലേ നിങ്ങളെ ഉള്ളൂ, ഇല്ലെങ്കിൽ നിങ്ങളില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ അവൻ കാശുണ്ടാക്കി നിങ്ങളെ വെച്ച്. പിന്നെ വിവിയുടെ കേസ്, അത് വിവി ഒന്ന് പറയട്ടെ. ഞാൻ അതിനകത്തൊന്നും പറയാനില്ല. വിവി അത് വന്ന് സംസാരിക്കണമെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഓക്കെ, അത് ബാക്കി വിവിയുടെ ഇഷ്ടമാണ്. വോട്ടവർ അതുലിൻ്റെ കേസിൽ കാശ് നിങ്ങളെ വെച്ചുണ്ടാക്കി അവൻ കാറ് മേടിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ റിപ്ലൈ തരുന്നതാണ്. അത് അവൻ്റെ കഴിവ് എന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ്റെ കഴിവ്. നിങ്ങളെ വെച്ച് കാശുണ്ടാക്കി. നിങ്ങൾ തന്നെ പറയുന്നുണ്ടല്ലോ, നിങ്ങളെന്തിനാ ഈ കാട്ടായൊക്കെ കാണിക്കുന്നത്? കാശിന് വേണ്ടിയിട്ടല്ലേ? അല്ലേ? വന്നിന്ന് ഇൻ്റർവ്യൂ കൊടുത്ത് കുത്തിയിരുന്ന് കാട്ടവരാതം വിളിച്ച് പറയുന്നത് എന്തിനാ? കാശിന് വേണ്ടിയിട്ട്. തന്ന പണത്തിനോടുള്ള കൂറ് അല്ലേ? അത്രേ ഉള്ളൂ. ഒരു 50,000 രൂപ ആ ഒരു ഇൻ്റർവ്യൂ
ചാനലുകാർ നിങ്ങൾക്ക് തന്നിട്ടുണ്ടെങ്കിൽ ആ ഇൻ്റർവ്യൂവിന് അതിനുള്ള നിങ്ങൾ കൊടുത്തല്ലേ പറ്റൂ. അതുകൊണ്ടല്ലേ കുത്തിയിരുന്ന് അവരാതും വിളിച്ചു പറഞ്ഞേ ആണോ? നമുക്കറിയാൻ ചേച്ചി അത്. ഇതിനെപ്പറ്റി എന്നാണ് ഞാൻ ശരീരം വിറ്റ് നിന്റെ വീട്ടിലുള്ളവരെയാണ് വിറ്റുണ്ടാക്കുന്നത്, ഞാനല്ല. നായിന്റെ മോനെ തന്നെ വിളിക്കും. പിന്നെ വൃത്തികെട്ട കുറെ നാളായി സഹിക്കുന്നു ക്ഷമിക്കുന്നു. നീയൊക്കെ ഞാൻ ക്യാൻസർ ആന്ന് പറഞ്ഞിട്ടും നിനക്കൊന്നും അടക്കമില്ലല്ലേ? അപ്പൊ എന്നെ വിറ്റ് നീയൊക്കെ ഉണ്ടാക്കി കാശ് കൊണ്ടല്ലാടെ കാറിനകത്ത് ഞെളിഞ്ഞു പോകുന്നേ മറ്റേ മോനെ. അവന്റെ പറയുന്നില്ല, നിന്നോട് തന്നെ ഈ പറയുന്നത്. ഇനിയിപ്പൊ ഞാൻ നായിന്റെ മോനെ, എടാ നായിന്റെ മോനെ എന്ന് വിളിച്ചാൽ തെറിയാണെന്ന് എനിക്ക് തോന്നില്ല. നിനക്ക് ഞാൻ അതിനുള്ള യോഗ്യതയുള്ളൂ. ഞാൻ അങ്ങനെ തന്നെ നിന്നെ വിളിക്കുന്നത്. നീ ഇതിന്റെ പേര് വ്ലോഗ് ഉണ്ടാക്കണ്ട. നീ കാറ് മേടിച്ചില്ല എന്നെ വിറ്റിട്ട്, നാണം കെട്ടവനെ. എന്നെ വിറ്റ എന്റെ വ്യൂസ് അല്ല നിനക്ക് എവിടെയാണ് വ്യൂസ് ഉള്ളത്? നാണമില്ലാത്തവൻ മറ്റേ മോനെ. ഇനിയെങ്കിലും നീ നിർത്തടാ മറ്റവനെ. നിന്റെ മറ്റവളുണ്ടല്ലോ ബീവി, അവക്ക് ഒതുക്കമായ. അവള് പിന്നെ ഇറങ്ങിയിട്ടുണ്ട് ഒരു എടി നാണം കെട്ട പറ്റ ഇത്രയുള്ള ഒരു മത്തളിച്ച്. നിന്നെ അങ്ങനെ തന്നെ വിളിക്കും. നീ എന്നെ ബോഡി ഷെയിം ചെയ്യെങ്കിൽ നിന്നെ ഞാൻ ബോഡി ഷെയിം ചെയ്യും. മറ്റവളെ കോണ്ടൂര് റിസോർട്ട് നീ വന്നത്, നീ തീറ്റി നിന്നതും ഒക്കെ ഞാൻ അറിഞ്ഞു. മനസ്സിലായോ? നീ എന്നിട്ട് എന്നെ ഇവിടുന്ന്, എന്റെ വീട്ടുകാരെ ഇവിടുന്ന് ഇറക്കി, എന്നെ ഇവിടെ നിന്ന് ഇറക്കിയിട്ട് നീ ഇതിന്റെ തൊട്ടപ്പുറത്തെ സ്ഥലം മേടിച്ച് നീ അങ്ങോട്ട് താമസിക്കും. നീ വാടി ഇങ്ങോട്ട്. നിന്നെയും കൂടെ പറഞ്ഞത് ഷെഫീന കള്ളി ബീവി. നീ ഒരു ഇസ്ലാമിന് ചേർന്നവളല്ല. നിന്നോടൊക്കെ ഞാൻ എരുന്നോടാ? നീക്ക് എന്നെ വിറ്റ് കുറെ കാശുണ്ട്. നാണമുള്ളവനാണെങ്കിൽ നിന്നോട് ഞാൻ ഏറുന്നോ പൈസ? ഏറുന്നോടാ? ഇല്ലല്ലോ. ഞാൻ ഒരു മനുഷ്യനോട് തരുന്നില്ലല്ലോ. നിന്നെയൊക്കെ തെറി നായിന്റെ മോനെ നല്ല വിളിക്കേണ്ടത്, വളർത്തിയതിന്റെ ഗുണമാണ്. നിനക്കൊക്കെ എന്തു എന്നെ വിളിക്കാം. മറ്റേ മോളെ, മറിച്ച മോളെ, ശരീരം വിൽക്കുന്നവളെ, മറ്റേ കളിക്കാരി, ഇതൊക്കെയല്ലേ നീ മറ്റേ മോളെ, മറിച്ച മോളെ. ഇപ്പോഴും നീയൊക്കെ എന്നെ ഇങ്ങനെ തന്നെയല്ലേ വിളിക്കുന്നത്. അപ്പൊ നിന്നെയൊക്കെ അതിന്റെ അപ്പുറം ഞാൻ വിളിക്കും. വൃത്തികെട്ടപ്പാരന അങ്ങനെ തന്നെ നീയൊക്കെ കൊണ്ടാക്കുന്നുണ്ട്. വൃത്തികെട്ട നാശങ്ങള്. ഇപ്പോഴും അവൻ വളർത്തുമകൻ എന്തുവാ ഗർഭിണിയാക്കിയത് നീ തന്നെ തമ്പിലിൽ കൊടുത്തിട്ട് അതിന് മാത്രം ആർക്കും കുറ്റമില്ല. ഞാനത് കേട്ടതിനും അതിന് ഉത്തരം പറഞ്ഞതിനുമാണ് കുഴപ്പം. എടാ എന്നെ സംബന്ധിക്കുന്ന കാര്യമാണ് അത്. അപ്പൊ എനിക്ക് സംസാരിച്ചല്ലേ പറ്റത്തുള്ളൂ. നീ നിന്റെ അമ്മച്ചി വന്ന് സംസാരിക്കുവാ. രേണുസുതി ഇങ്ങനെ നടന്നപ്പം ആൽബം ചെയ്തപ്പോ അതിന് തെറ്റ്. ഞാൻ യൂട്യൂബിൽ ക്യാൻസർ വന്നു പോട്ടെ, മനുഷ്യനല്ലേ. ക്യാൻസർ വരാം, ക്ഷയം വരാം, കുഷ്ഠം വരാം. ക്യാൻസർ ആണെന്ന് മനസ്സിലായല്ലോ. ക്യാൻസർ രോഗത്തിൽ നിന്ന് ഞാൻ എന്തായാലും അടുത്ത വർഷം ഈ സമയമൊക്കെ ആകുമ്പോൾ ഞാൻ എഴുന്നേറ്റ് നിന്ന് ഞാൻ എന്റെ കാര്യങ്ങൾ, ഞാൻ പറഞ്ഞില്ല സിനിമയും ആൽബവും ഇനോഗ്രേഷനും ഒന്നുമില്ലെങ്കിൽ ഞാൻ ബിസിനസ് ചെയ്ത് ഞാൻ ജീവിക്കും. ഞാൻ ബിസിനസിന്റെ കാര്യങ്ങൾ കണ്ടിട്ടുണ്ട്. മനസ്സിലായോ? ഞാനത് മുന്നോട്ട് ഞാൻ ഇപ്പൊ ഇല്ല, ഇതൊന്നും ഞാൻ എഴുന്നേക്കട്ടെ. ഇപ്പൊ എഴുന്നേക്കാൻ പറ്റാത്ത സാഹചര്യം കൊണ്ടാണ് ഞാൻ ബിസിനസ് ചെയ്യാത്ത, സ്ഥലം മേടിക്കാത്തോട്ടെ. പിടികിട്ടിയോ? അപ്പോ ഇപ്പൊ എണീറ്റ് നിൽക്കാൻ വകുപ്പില്ലാത്തതുകൊണ്ടാണ് ചേച്ചി ബിസിനസ് ചെയ്യാത്തത്, സ്ഥലം മേടിക്കാത്തത്. ഈ ബിസിനസ്സും സ്ഥലവും ഒന്നിച്ചെങ്ങനെ വന്നെന്ന് മനസ്സിലായല്ലോ. കിച്ചു ഒരു ബിസിനസ് തുടങ്ങി. അവൻ പുതുതായിട്ട് സ്ഥലം മേടിച്ചൊരു വീട് വെക്കണം എന്നൊരാഗ്രഹവും കഴിഞ്ഞ ദിവസം ഒരു ഇൻ്റർവ്യൂവിന് പറഞ്ഞു. അത് ചേച്ചിക്ക് കയറി അങ്ങ് കൊണ്ടു. ചേച്ചി അതൊരു കാറെടുത്ത് ചേച്ചിക്ക് കൊണ്ടെന്ന് പറഞ്ഞാൽ ഓക്കെ, മനസ്സിലാക്കാം. വളർത്തുമകൻ അവനൊരു ബിസിനസ് തുടങ്ങിയതിനും അവൻ ഒരു സ്ഥലം മേടിച്ച് വീട് വെക്കുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ചേച്ചിക്ക് ഇപ്പോൾ പൊളിച്ചിലുണ്ടല്ലോ. അത് ചേച്ചിയുടെ ഈ ഡയലോഗിലുണ്ട്. കൂടുതൽ മറ്റേ കഴിഞ്ഞ ദിവസം നിങ്ങളുടെ ഇൻ്റർവ്യൂ ചെയ്ത പെണ്ണ് പറയുന്നുണ്ടായിരുന്നു അവിശോക്തി പറഞ്ഞതാന്ന്. അതുപോലെ അവിശോക്തി പറഞ്ഞാന്ന് പറയല്ലേ കേട്ടാ. കൂടുതൽ അടിക്കല്ലേ കേട്ടോ. കാണുന്നവരൊന്നും പൊട്ടന്മാരല്ല. എന്ത് കുശുമ്പാ ചേച്ചിക്ക്? എന്ത് കുശുമ്പാ നിങ്ങൾക്ക്? ഒന്നുമില്ലെങ്കിൽ നിങ്ങളുടെ വളർത്തുമകനെന്ന് നിങ്ങൾ തന്നെ ഇടയ്ക്ക് പറയാറുണ്ടല്ലോ. അല്ല പിന്നെ നിങ്ങൾക്ക് ഇപ്പം നിങ്ങൾ കുറച്ച് മുമ്പല്ലേ പറഞ്ഞു നിങ്ങളുടെ കാശില്ല, ചികിത്സിക്കാൻ കാശില്ല, അതുകൊണ്ട് വീഡിയോ ചെയ്യുന്ന എനിക്ക് പൈസയ്ക്ക് അത്യാവശ്യം. ഈ നിങ്ങൾ തന്നെയല്ലേ ഇപ്പം പറഞ്ഞത്. എനിക്കൊന്ന് നേരെ നിൽക്കാനൊക്കെ പറ്റിയായിരുന്നെങ്കിൽ ഞാൻ ബിസിനസ് തുടങ്ങിയേനെ, ബിസിനസ് എല്ലാം സെറ്റ് ചെയ്ത് വെച്ചേക്കാണ്, സ്ഥലം മേടിച്ചേനെ. പൊടിക്ക് ഒതുങ്ങ്. മേളിൽ ദൈവം എല്ലാം കാണുന്നുണ്ട്, മനസ്സിലായോ? ഓക്കെ, ഞാനൊരിക്കലും നിങ്ങളുടെ കുടുംബത്തേക്ക് മറ്റേ തലയിട്ട് വന്നിട്ട് ഒളിഞ്ഞു നോക്കിയിട്ട് കാര്യങ്ങളൊന്നും എടുത്ത് നാട്ടുകാരെ അറിയിക്കുന്നില്ല. നിങ്ങൾ വന്ന് കാണിക്കുന്ന കാട്ടായം മാത്രമേ നമ്മൾ ഇവിടുന്ന് വിമർശിക്കുന്നുള്ളൂ. നിങ്ങളെന്താ കാണിക്കുന്നത്? നിങ്ങളെന്താ കാണിക്കുന്നത്? നിങ്ങളുടെ കുടുംബത്തിലെ നിങ്ങൾ വളർത്തിയ നിങ്ങളുടെ വളർത്തുമകനെ ഇരുന്ന് ആ ഭർത്താവിൻ്റെ വീട്ടുകാരെ നമ്മളാണോ ബെറ്റർ എന്ന് നാട്ടുകാർ പറയും. ഒന്ന് പറയണേ കമൻറ്റ് ബോക്സിൽ, ഒന്ന് പറ. ചില ആൾക്കാർ പറയും രണ്ടും കണക്കാന്ന്. പറഞ്ഞോ, ഒരു കുഴപ്പമില്ല എനിക്ക്. ഓക്കെ, ഞാൻ അറിയാം നല്ല സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ടല്ല കേട്ടോ ജീവിക്കുന്നത്, അത് വേറെ കാര്യം. ബാക്കി ഒന്നും മേടിക്കുന്നില്ലെന്നല്ല, എല്ലാം ഞാൻ പതുക്കെ മേടിക്കും. മനസ്സിലായോ? ഇപ്പൊ എനിക്ക് മനോഹരമായിട്ടുള്ള വീട്, എൻ്റെ മോന് എൻ്റെ കുഞ്ഞിൻ്റെ ഒരു വീടുണ്ട്, അതിൽ ഞാൻ താമസിക്കുന്നു. എൻ്റെ കുഞ്ഞ് എന്നെ ഇറക്കി വിടുന്നോളം വരെ ഞാൻ ഇവിടെ താമസിക്കും. അത് എൻ്റെ ഇഷ്ടമാണ്. നീയൊക്കെ ഓരോരുത്തരും എൻ്റെ വീട്ടുകാർ ഇവിടെ തന്നെ, എൻ്റെ ചേച്ചിയും ഫാമിലി ഇവിടെ തന്നെ താമസിക്കും. ആരും ഇറക്കി വിടണ്ട. ഒന്നിനും ഇവിടെ വന്നു കഴിഞ്ഞാൽ മുട്ടുകാർ ഞാൻ തല്ലി പിടിക്കും ഇറക്കി വന്നു കഴിഞ്ഞാൽ. മനസ്സിലായല്ലോ? എന്റെ സ്വഭാവം ഇപ്പൊ മനസ്സിലായല്ലോ. എനിക്ക് ഇതിനകത്തുള്ള നെഗറ്റീവ് കിട്ടിയിട്ട് ഒരു പ്രശ്നമില്ല. നെഗറ്റീവ് കിട്ടിയ എനിക്ക് എല്ലാ
ഞാൻ പൂമാല പോലെ ഞാൻ സ്വീകരിക്കുന്നുണ്ട്. പിന്നെ ഇന്റർവ്യൂ എടുത്തപ്പോഴത്തേന് അവരെ ഫോൺ വിളിച്ച് നിനക്കൊക്കെ നാണമില്ല, എന്റെ മരുന്ന് മേടിക്കുന്ന മരുന്ന് തരുന്ന മെഡിക്കൽ കോളേജിൽ ചെന്ന് അവരെ ചോദ്യം ചെയ്ത് നാണം കെട്ട വർഗ്ഗങ്ങളായി പോയല്ലോടാ. അതായത് നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്, നാണമില്ലാത്ത വർഗത്ത് കെട്ട കുറെ ബ്ലോഗർമാരെ, നിനക്കൊക്കെ ഞാനേ ഉള്ളോ കണ്ടന്റ്? മാറ്റിപ്പിടിക്കാൻ സമയമായില്ലേടാ. മാറ്റിപ്പിടിച്ച ചേച്ചി തീർന്നു ചേച്ചി. മാറ്റിപ്പിടിച്ചു, ഒരു 2 ആഴ്ചത്തേക്ക് ചേച്ചിയെ മാറ്റിപ്പിടിച്ചു, മൈൻഡ് ചെയ്തില്ല. ഉടനെ ചേച്ചി ഇറങ്ങിയില്ലേ? ചേച്ചി ഇറങ്ങിയിട്ടില്ല. ഞാൻ വേറെ കുറച്ച് കാര്യങ്ങൾ മനസ്സിൽ കിടപ്പുണ്ട്, ഞാൻ പറയുന്നില്ല. പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചി മറ്റേ ചില ആൾക്കാരോട് പറയുന്നുണ്ടല്ലോ, ഞാൻ അങ്ങോട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നീ തീരുവിടാന്ന്, അതുപോലെ തീർന്നു പോകും കേട്ടോ. അങ്ങോട്ട് പറയാൻ വേറെ കുറേ സാധനങ്ങളുണ്ട്, നമുക്കും അറിയാം. ചേച്ചി പറഞ്ഞതും ചേച്ചിയുടെ വെപ്രാളവും റീച്ചില്ലാതെ വരുമ്പോൾ ചേച്ചിയുടെ ഒരു ബുദ്ധിമുട്ടും ചേച്ചി പല ആൾക്കാരോടും പറഞ്ഞിട്ടില്ലേ. കഥ പറയിപ്പിക്കരുത് കേട്ടാ. പറയുന്നില്ല, പ്രത്യേകിച്ച് നിങ്ങൾ ഇപ്പോഴത്തെ അവസ്ഥ ഓർത്തിട്ട്. ഇപ്പോഴും ഞാൻ പറയുന്നു, ഇവരുടെ വീഡിയോ ഇനി കാണണമെന്ന് ഞാൻ ആരോടും പറയത്തില്ല. ഞാൻ സ്ഥിരം പറഞ്ഞുകൊണ്ടിരുന്നവരിടയ്ക്ക് പറയത്തില്ല ചേച്ചി. അങ്ങനെ വേണ്ട നിങ്ങൾക്ക്. കാരണം നിങ്ങൾക്ക് അഹങ്കാരമാണ്. അഹങ്കാരത്തിൻ്റെ അങ്ങേ അറ്റത്താണ് നിങ്ങൾ നിൽക്കുന്നത്. നിങ്ങൾക്ക് അവിടെ നിന്ന് ഒരു താഴ്ചയിലേക്ക് വീഴണം നിങ്ങൾ, എന്നാലേ നിങ്ങൾ പഠിക്കുകയുള്ളൂ. ഇപ്പം തന്നെ നിങ്ങൾ വീണ് തുടങ്ങി. അതുകൊണ്ടാണ് വലിയ വ്യൂവർഷിപ്പ് കിട്ടാത്തത്, മനസ്സിലായോ? സാധാരണ ഇതുപോലത്തെ ഒരു അപരാധം നിങ്ങൾ കാണിക്കുമ്പം നല്ല വ്യൂവർഷിപ്പ് കിട്ടേണ്ടതാണ്. ഇപ്പം ഇല്ല. എങ്ങനെ കിട്ടും? നാട്ടുകാർക്ക് മനസ്സിലായി നിങ്ങൾ എന്തിനാ ഇത് കാണിക്കുന്നതെന്ന്. മാറ്റി പിടിക്കടാ. പിന്നെ ഒരു കാര്യമുണ്ട്, നിങ്ങൾക്ക് ഇങ്ങനെ പറയുന്നതുകൊണ്ട് രേണുസുതി എപ്പോഴും രേണുസുതി എന്നുള്ള പേര് എപ്പോഴും ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ നിലനിൽക്കുന്നത് നീയൊക്കെ മറ്റേ അവിടെ പേരിനെ ഷെഫീന ബീവി അറിയാമല്ലോ. അപ്പോൾ മതി. ഇനി ഞാനൊന്നും സംസാരിക്കുന്നില്ല. കാരണം അറിയാം, അവരുടെ വായിൽ നിന്ന് തന്നെ വീണു കേട്ടല്ലോ. ഇനി ആകെ എനിക്ക് തോന്നുന്നൊരു 3-4 മിനിറ്റും കൂടെ ഉണ്ട്. എനിക്ക് വയ്യ സ്ത്രീയെ. വേണമെങ്കിൽ എനിക്ക് ഇനി ഈ വീഡിയോ നീട്ടിക്കൊണ്ട് പോവാം. നീട്ടുന്നതനുസരിച്ച് എനിക്ക് ഗുണമേ ഉണ്ടാകത്തുള്ളൂ. പക്ഷേ എനിക്ക് മതി, വേണ്ട, വെറുപ്പാണ് ചില സമയത്ത് നിങ്ങളുടെ ഓരോ ചില സമയത്തെ ഡയലോഗുകൾ കേൾക്കുമ്പോൾ. കഴിഞ്ഞ ദിവസത്തെ ആ ഇൻ്റർവ്യൂവിൽ പറഞ്ഞ കുറേ കാര്യങ്ങൾ ഇപ്പോൾ കേട്ടല്ലോ. അവർക്ക് തന്നെ അറിയാം, അവർക്ക് റീച്ച് ഉണ്ടായി, അവരിങ്ങനെ പൊക്കോണ്ടിരിക്കുന്നത് സോഷ്യൽ മീഡിയയിൽ അവരുടെ പേര് നമ്മളെല്ലാവരും പറയുന്നതുകൊണ്ടാണ് അവർ നിന്ന് പോകുന്നതെന്ന് അവർക്ക് നല്ല വ്യക്തമായിട്ടറിയാം. കഷ്ടം, അത്ര എനിക്ക് നിങ്ങളോട് തോന്നുന്നുള്ളൂ. ഒരു അസുഖത്തിൻ്റെ പുറത്തുള്ളൊരു സഹതാപം പോയി നിങ്ങളോടുള്ള. നിങ്ങളുടെ വിവരക്കേടിൻ്റെ പുറത്തുള്ളൊരു സഹതാപം ഉണ്ട് ഇപ്പോൾ, അതേ ഉള്ളൂ. ഞാൻ എൻ്റെ അഭിപ്രായമാണ് പറഞ്ഞത്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ബോക്സ് ഉണ്ട്, പറയുക. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് കാണാം. ഈ ചേച്ചിയുടെ വേണ്ടാന്ന് മനസ്സുകൊണ്ട് ചിന്തിച്ചിട്ടിരിക്കുകയാണ്. നമുക്ക് വേറെ കണ്ടന്റുകളുമായി മുന്നോട്ട് പോകാം. അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും സ്റ്റേ ട്യൂൺഡ് ആൻഡ് സ്റ്റേ വിയേർഡ്.